கொஞ்சம் பெயின் இருக்குது சார், ஏதாவது பண்ண முடியுமா? അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒരു ന്യൂസ് ഇന്ന് കേട്ടപ്പോൾ കുറച്ചൊന്നും ഒരു അപ്സെറ്റ് ആയി. പേഷ്യൻറ്റിനെ റിലേറ്റീവ്സിനെ വിളിച്ച് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാണ് ഇൻറ്റ്യൂബേഷൻ പറയുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവിടെ ഇന്ന് ഡ്യൂട്ടിക്ക് പോയപ്പോഴേ ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതേ PRO ആയിരുന്നു ഇന്ന് എൻ്റെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. പോയ ഉടനെ PRO പറയുന്നുണ്ടായിരുന്നു, സർ ലാസ്റ്റ് നൈറ്റ് വന്ന കഴുത്തിന് പരിക്കേറ്റ പേഷ്യൻറ്റ് ഡെത്തായി എന്നാണ്. ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയിൽ അറൗണ്ട് മിഡ്-നൈറ്റ് 2 o'clock JR വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഈ പേഷ്യൻറ്റിനെ കാണുന്നത്. 29-year-old മെയിൽ പേഷ്യൻറ്റ് 2 മാസം മുമ്പിട്ട് സീവേജ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ വീണിട്ട് കഴുത്തിന് പരിക്കേറ്റാണ്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി CT സ്കാൻ ചെയ്തു. C3 cervical ഫ്രാക്ചർ ഉണ്ട്. ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് വേണം, അതിന് ഇത്രയൊക്കെ ക്യാഷ് ആകും, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ്സിന് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളത് കാരണം അവർ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്ത് വീട്ടിലായിരുന്നു ലാസ്റ്റ് 1.5-2 മാസത്തോളം. ബെഡ് റിഡൺ ആണ്. സുഷംന നാടിക്കൊന്നും വലിയ രീതിയിൽ പരിക്കേറ്റതായിട്ട് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 2 മാസത്തിനിടയ്ക്ക് അവർ പിന്നീട് ഒരു റീസ്കാനോ റീഇവാലുവേഷനോ വീണ്ടും ന്യൂറോ സർജനെ കാണാനോ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എമർജൻസിയിൽ വന്നിരിക്കുന്നത് കഴുത്ത് പെയിനും ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയുമായിട്ടായിരുന്നു. എക്സാമിൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റ് മൂവിങ് ഓൾ 4 limbs ആണ്. സെർവിക്കൽ കോളർ ചെരിഞ്ഞാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ചെരിഞ്ഞിരിക്കുകയാണ്. അവർ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ, വലിയ ഓട്ടോ ഇല്ല, അതിൻ്റെ പിന്നിലത്തെ സീറ്റ് ഫ്ലാറ്റ് ആക്കിയിട്ട് അതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹിസ്റ്ററി ചോദിച്ചപ്പോഴും ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നുണ്ട്, ചെറിയ ടിംഗ്ലിങ് ആൻഡ് നംനെസ് ഒക്കെ കൈകാലുകളിൽ വരുന്നുണ്ട്. ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു ഫർദറായിട്ട് ഇന്ന് നൈറ്റ് എന്തായാലും ICUവിൽ അഡ്മിഷൻ വേണം, ബൈ ചാൻസ് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇൻറ്റ്യൂബേഷൻ്റെ കൺസെൻ്റ് ഒക്കെ എടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, സെർവിക്കൽ ഫ്രാക്ചറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ പേഷ്യൻ്റ് റിലേറ്റീവ്സിന് ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം അഡ്മിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ലീവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് സൈൻ വാങ്ങിയിട്ടാണ് അവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തത്, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടത്. പക്ഷേ അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി മോർണിംഗ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായത്ര അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും ബ്രോഡ് ഡെഡ് ആയിരുന്നു. ആക്ച്വലി ഈ സെർവിക്കൽ ട്രോമ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്. കഴുത്തിലുള്ള C3, C4, C5 ഏരിയയിൽ നിന്നൊക്കെയാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല നാഡികളും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സെർവിക്കൽ ഏരിയയിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ 2 കൈയും 2 കാലും ഫുൾ ബോഡി പാരാലിസിസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പേഷ്യൻറ്റ് ചിലപ്പോൾ പൾമണറി എംബോളിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രെനിക് നെർവ് ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഡയഫ്രമാറ്റിക് ഇഷ്യൂസ് വരുന്നത് കൊണ്ടായിരിക്കാം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. പക്ഷേ അതിനുള്ള ഇവാലുവേഷന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവർക്ക് ICU എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും 2 മാസമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന പേഷ്യൻറ്റിനെ പെട്ടെന്ന് ICUവിൽ എന്തിനു മാറ്റണം എന്നുള്ള ചിന്തയാണ് അവർക്ക്. നമ്മളൊരു സെർവൈക്കൽ ട്രോമ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ വാർണിംഗ് സൈൻസ്. ആക്സിഡൻ്റലി ഫോൾ കഴുത്തിന് പരിക്കേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ, സ്റ്റേ ട്യൂൺഡ്.